വിഷയങ്ങൾ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മളിന്ന് വായിച്ചു കേൾക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചിന്തിക്കാനും ധ്യാനിക്കാനും നമുക്ക് സാധിക്കും. അതിൽ നിന്ന് പ്രധാനമായി 3 കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ധ്യാനിക്കുക. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന ഒരു ദൈവമാണ്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. മൂന്നാമതായിട്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ആദ്യമായി പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കും, ഒരുപാട് തെറ്റുകളുണ്ട്, ഒരുപാട് തിന്മകളുണ്ട്. ചിലപ്പോൾ നന്മയും തിന്മയും ഏതാണെന്ന് വിവേചിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ലോകത്തിലുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംശയം വരുമ്പോൾ, എങ്ങോട്ട് പോകണമെന്ന് സംശയം വരുമ്പോൾ, പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിലേക്ക് ഒരു മനസാക്ഷിയുടെ സ്വരം പോലെ നമുക്ക് വെളിവാക്കി തരും. മകനെ അല്ലെങ്കിൽ മകളെ, ഇതാണ് വഴി, ഇതിലേ പോവുകയെന്ന് നമ്മൾ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നത് പോലെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവായ ദൈവത്തിലൂടെയാണ് നമ്മൾ നയിക്കപ്പെടുന്നതെങ്കിൽ നമുക്ക് നല്ല വിശുദ്ധിയോടെ നന്മയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവായ ദൈവം പറയുന്ന വഴികളിലൂടെയാണോ അതോ എനിക്കിഷ്ടപ്പെട്ട വഴികളിലൂടെയാണോ? നമുക്ക് ആദ്യമായിട്ട് ധ്യാനിക്കാം. രണ്ടാമതായിട്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശിഷ്യന്മാര് പരിശുദ്ധ അമ്മയുടെ കൂടെ വളരെയധികം പേടിച്ച് വളരെയധികം ഒരു റൂമില് കതകടച്ചിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ ഇടയിലേക്ക് തീനാവ് രൂപത്തിൽ ഇറങ്ങി വരുന്നതും അവർ വലിയ ധൈര്യത്തോടെ അവർ പുറത്തേക്ക് ഇറങ്ങി ഒട്ടും പേടി കൂടാതെ ഈശോയെ പ്രഘോഷിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മുടെ ഏത് അവസരങ്ങളാണെങ്കിലും നമുക്ക് പേടി ഉണ്ടാവുമ്പോൾ, നമുക്ക് ഭയം ഉണ്ടാവുമ്പോൾ, എന്നെ കൂടെ സാധിക്കുമോ, എനിക്കിത് പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെൻഷൻസ്, അല്ലെങ്കിൽ എനിക്ക് എന്നെ കൂടെ സാധിക്കില്ല, ഇതെങ്ങനെ നടക്കും, ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു പരീക്ഷയ്ക്ക് പോകുന്നു, ഒരു ഇന്റർവ്യൂവിന് പോകുന്നു, ഒരു ജോലിക്കായിട്ട് പോകുന്നു, അപ്പോഴൊക്കെ നമ്മൾക്ക് നമ്മുടെ മനസ്സിലേക്ക് പേടി കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ ധൈര്യപ്പെടുത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഭയം കടന്നു വരുമ്പോൾ, പേടി കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ ധൈര്യപ്പെടുത്തും. മൂന്നാമതായിട്ട്, നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് തീനാവുടെ രൂപത്തിലാണ് ഇറങ്ങി വന്നത്. അഗ്നിയുടെ പ്രത്യേകത നമുക്കറിയാം. സ്വയം മലിനമാവാതെ മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നത് അഗ്നിക്ക് മാത്രമാണ്. നമ്മളിപ്പോൾ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മളൊരു സ്ഥലം തുടച്ചു കഴിഞ്ഞാൽ ആ വെള്ളവും അതിലൂടെ മലിനമാവുന്നുണ്ട്. പക്ഷേ സ്വയം മലിനമാവാതെ മറ്റൊന്നിനെ പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കാൻ സാധിക്കുന്നത് അഗ്നിക്കാണ്. നമുക്കറിയാം, ഒരു അഗ്നി ഉപയോഗിച്ച് നമ്മളൊരു സാധനം കത്തിച്ച് കളഞ്ഞാൽ പിന്നെ അത് വീണ്ടും അതിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും തെറ്റായ ചിന്താഗതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് തിന്മയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിത പങ്കാളിയിൽ, നമ്മുടെ മക്കളിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളോ തിന്മകളോ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവത്തോട്, ദൈവമേ, അങ്ങ് തീനാവുകൾ ഇറക്കി എൻ്റെ ഹൃദയത്തെ, എൻ്റെ ഭവനത്തെ, എൻ്റെ മക്കളെ, എൻ്റെ ജീവിത പങ്കാളിയെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കും, നമ്മളെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.